അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം. സൂറത്തു സൽസല. ആമുഖം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 99-ാമത്തെ അധ്യായമാണ് സൂറത്തു സൽസല. 8 ആയത്തുകളുള്ള ഈ അധ്യായം മദീനയിലാണ് അവതരിച്ചത്. സൂറത്തു സിൽസാൽ എന്നും ഈ അധ്യായത്തിന് പേര് പറയാറുണ്ട്. ലോകാവസാനവുമായി ബന്ധപ്പെട്ട 3 ഘട്ടങ്ങളെ ഈ അധ്യായം ചെറിയ വാക്കുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ലോകം അവസാനിക്കുമ്പോൾ പ്രപഞ്ചഘടനയ്ക്ക് ധാരാളം മാറ്റങ്ങൾ സംഭവിക്കും. അതിൽ ഭൂമിക്ക് വലിയ കുലുക്കമുണ്ടാവുകയും അതിനകത്തുള്ള എല്ലാം ഭൂമി പുറത്തേക്കിടുകയും ചെയ്യുന്ന 1-ാം ഘട്ടത്തെക്കുറിച്ച് ഈ അധ്യായം പരാമർശിക്കുന്നുണ്ട്. അതോടൊപ്പം പിന്നീട് വിചാരണയ്ക്ക് വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മറ്റൊരു ഘട്ടത്തെക്കുറിച്ചും ഈ അധ്യായം പരാമർശിക്കുന്നുണ്ട്. അവസാനത്തിൽ ഈ അധ്യായം പറയുന്നത്, വിചാരണയ്ക്ക് ശേഷം നന്മ അധികരിച്ചവൻ അതിൻ്റെ പ്രതിഫലവും ഗുണഫലവും, തിന്മ അധികരിച്ചവർ അതിൻ്റെ ദോഷഫലവും അനുഭവിക്കുന്നതിനെക്കുറിച്ചാണ്. വല്ലാത്തൊരു ശൈലിയിലാണ് ഈ അധ്യായം അന്ത്യനാളിൻ്റെ ലക്ഷണത്തെക്കുറിച്ച്, ഭൂമികുലുക്കത്തെക്കുറിച്ച് പറയുന്നത്. ഭൂമിക്കകത്തുള്ള എല്ലാം അത് പുറത്തേക്കിടുമ്പോൾ മനുഷ്യൻ വല്ലാത്തൊരവസ്ഥയിൽ ചോദിക്കുന്നുണ്ട്, എന്താണ് ഭൂമിക്ക് പറ്റിയത് എന്ന്. അപ്പോൾ ഭൂമി അതിൻ്റെ എല്ലാ വൃത്താന്തങ്ങളും പറയുകയും അള്ളാഹുവിൻ്റെ വഹി പ്രകാരമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. അവസാനം മനുഷ്യ സമൂഹം മൊത്തത്തിൽ അബുൽ ബശർ ആദം അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സാഹചര്യത്തിൽ എത്ര ചെറിയ നന്മയാണെങ്കിലും അതിനെ വിലമതിക്കുന്ന ഒരു ലോകമാണ് പരലോകമെന്ന് ഈ അധ്യായം പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ കണ്ണിൽപ്പെടാത്ത എത്രയോ ചെറുതായ കർമ്മമാണെങ്കിൽ പോലും ആ നന്മയും ആ കർമ്മവും അള്ളാഹുവിൻ്റെ അടുക്കൽ വിലമതിക്കപ്പെടും. ഇനി മനുഷ്യൻ്റെ കണ്ണിൽപ്പെടാത്ത വളരെ ചെറിയ തിന്മയാണെങ്കിലും ആ തിന്മയുടെ ഫലവും പരലോകത്ത് കാണും എന്ന് വളരെ ഭീതിതമായൊരു ശൈലിയിൽ ഈ അധ്യായം പഠിപ്പിക്കുന്നുണ്ട്. ഈ അധ്യായം പരലോക സംബന്ധിയായ ഖുർആനിലെ ചെറിയ അധ്യായങ്ങളിൽ സവിശേഷം ശ്രദ്ധേയമായ അധ്യായമാണ്. ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നന്മയേറെ വർദ്ധിപ്പിക്കാനും തിന്മ ഒഴിവാക്കാനും വളരെ ശക്തമായ പ്രേരണ അള്ളാഹു നൽകുന്നുണ്ട്. കാരണം എത്ര വലുതാവട്ടെ ചെറുതാവട്ടെ മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പോലും കഴിയാത്തത്ര ചെറിയ തിന്മയാണെങ്കിലും നന്മയാണെങ്കിലും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നൊരു ലോകം മനുഷ്യൻ നേരിടാനുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. അതിനാൽ തന്നെ ആ ലോകത്ത് തിന്മയുടെ തിക്തഫലമല്ല അനുഭവിക്കേണ്ടത്, നന്മയാണ് കൂടുതൽ കാണേണ്ടതും അതിൻ്റെ സുന്ദരമായ ഫലമായ സ്വർഗത്തിലാണ് എത്തേണ്ടതും എന്ന ചിന്തയോടുകൂടി പരമാവധി പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും അതുവഴി ഫമയ്യാമൽ മിസ്കാല ദർറത്തിൻ ഖൈറയറ, എല്ലാ നന്മകളും അവിടെ കൃത്യമായി വിലമതിക്കപ്പെട്ടതായി പരിഗണിക്കപ്പെട്ടതായി കണ്ടുകൊണ്ട് അതിൻ്റെ സുന്ദരമായ പരിണിത ഫലമായ സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് എത്താനും സാധ്യമാകണം. അങ്ങനെ സാധ്യമാകുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വല്ലാതെ പ്രേരണ നൽകുന്ന ഒരു അധ്യായം കൂടിയാണ് ഇത്. ഈ അധ്യായം സവിസ്തരം പഠിക്കാനും മനസ്സിലാക്കാനും പ്രചരിപ്പിക്കാനും നമുക്ക് സാധ്യമാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.